ഹലോ മക്കളെ, നമ്മുടെ ബയോളജിയിലെ പ്രത്യേകിച്ച് സുവോളജിയിലെ ജയിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പഠിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി അവസാനം ആയപ്പോഴത്തേക്കും കൺഫ്യൂഷനായി ഏതൊക്കെയാണ് ആദ്യം പഠിച്ച് തീർക്കേണ്ട ടോപ്പിക്, ഇങ്ങനൊരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ടേമിന് വേണ്ടി നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വീഡിയോ, പക്ഷെ എന്നാൽ പോലും ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് ഒരു ബാക്ക് ബെഞ്ച് അസോസിയേഷന് ഏറ്റവും നല്ല വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പോൾ അവസാനം വരെ കാണണം. അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെ, ജയിക്കാൻ ഇത്ര മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. എങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ 11 ഫൈലംസിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമുക്ക് വേഗം നോക്കാം. ആദ്യത്തേത് നമ്മുടെ സ്വന്തം ഫൈലം പൊരിഫറ അഥവാ സ്പോഞ്ചസ്. അസിമെട്രിക്കൽ സിമെട്രി ഉള്ള ഈ ഒരു ഫൈലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നാണ്. അതായത് വെള്ളം ശരീരത്തിനകത്തുള്ള ചെറിയ ചെറിയ ഹോൾസ്, അതിനെ നമ്മൾ ഓസ്റ്റിയ എന്ന് വിളിക്കുന്നു, അതുവഴി കയറി സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ബോഡി ക്യാവിറ്റിയിലെത്തി ഓസ്കുലം വഴി വെളിയിലേക്ക് പോകുന്നതിനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതുപോലെ അവരുടെ സ്പോഞ്ചോസീലില് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലുകൾ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോയനോസൈറ്റിക് സെൽസ്. സോ കോയനോസൈറ്റിക് സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് അവർക്ക് കാണപ്പെടുന്നുണ്ട്. അവരുടെ എക്സോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പിക്യൂൾസ് കൊണ്ടാണ്. രണ്ടാമത്തെ ഫൈലമാണ് ഫൈലം സീലൻട്രേറ്റ. ഫൈലം സീലൻട്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത 2 ബോഡി ഫോംസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് പോളിപ്പ്, ഒന്ന് മെഡൂസ. സെസൈലായിട്ട്, അതായത് ഒരിടത്ത് നിന്ന് വളരുന്ന സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് പോളിപ്പ് എന്ന് പറയുന്നത്. അതേസമയം ഫ്രീ സ്വിമ്മിങ്, വളരെ നല്ല രീതിയിൽ നീന്തി തുടിച്ച് നടക്കുന്ന, ഫ്രീ ഫ്ലോട്ടിംഗ് പോലെ നടക്കുന്ന അംബ്രല്ല ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ മെഡൂസ എന്ന് വിളിക്കുന്നത്. ഈ 2 ഫോംസും കാണിക്കുന്നതിനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജനസിസ് എന്ന് വിളിക്കുന്നത്. മെറ്റാജനസിസ്, അതിൽ തന്നെ ജനറേഷൻ ഉണ്ട്, ഓർത്തു വയ്ക്കാൻ എളുപ്പ വഴി. മെറ്റാജനസിസ്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓക്കെ, ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, അവർക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ ഉണ്ട്. അതിന്റെ പേരാണ് നിഡോബ്ലാസ്റ്റ് സെല്ലുകൾ എന്നത്. ഈ സെല്ലുകൾ അവർക്ക് പ്രേയെ പിടിക്കാനും, ക്യാപ്ചറിങ് ഓഫ് ദി പ്രേ, അതാണ് പ്രേയെ പിടിക്കാനും, അതിന് ഇര പിടിക്കാൻ, അല്ലെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എനിമിയെ അറ്റാക്ക് ചെയ്യാനും, ഡിഫൻസിനും, എവിടെയെങ്കിലും ഒന്ന് ആങ്കറേജ് പിടിച്ചു നിൽക്കാനും ഒക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന നിഡോബ്ലാസ്റ്റ് സെല്ലുകളാണ്. മൂന്നാമത്തെ ഫൈലം ടീനോഫോറയുടെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഈ ഫൈലത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് അവർക്ക് 8 സീലിയറി അറേഞ്ച്ഡ് കോംബ് പ്ലേറ്റ്സ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കോംബ് പ്ലേറ്റ്സ്, ചീപ്പ് പോലെ ഇരിക്കുന്ന കോംബ് പ്ലേറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈസി ആയിട്ട് ലോക്കോമോഷൻ പോസിബിൾ ആകുന്നത്. അതുപോലെ ക്രിസ്മസിന് സമയമല്ലേ, സീരിയൽ ബൾബൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ കത്തിച്ച് നടക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബയോലൂമിനസെൻസ്. ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ബയോലൂമിനസെൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തത് പ്ലാറ്റി ഹെൽമിന്തസ്, ഫ്ലാറ്റ് വേംസ് എന്നറിയപ്പെടുന്നവരാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഇവന്മാർ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അകത്ത് എൻഡോ പാരസൈറ്റിലാണ് ജീവിക്കുന്നത് കൊണ്ട് ഇവർക്ക് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ആയിട്ട് ഹൂക്സും സക്കേഴ്സും കാണപ്പെടുന്നു. നമുക്ക് കിഡ്നി ഉള്ളതുപോലെ ഇവരുടെ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് ഫ്ലെയിം സെൽസ് ആണ്. കുറെ ഫ്ലെയിം എഴുതി നമ്മൾ കളിച്ചിട്ടുള്ളതല്ലേ, ഇനി ഈ ഫ്ലെയിം ഒരു ഉത്തരമായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഫ്ലെയിം സെൽസ്. ഇപ്പൊ ഫ്ലാറ്റ് വേംസിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൗണ്ട് വേംസ് എന്നറിയപ്പെടുന്ന അഷ് ഹെൽമിന്തസ് ആണ്. അഷ് ഹെൽമിന്തസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ സ്യൂഡോസീലോമേറ്റ്സ് ആണ് എന്നുള്ളതാണ്. സോ ദേ ആർ സ്യൂഡോസീലോമേറ്റ്സ്. മറ്റൊരു വലിയ പ്രത്യേകത, ഇതിലാണ് ആദ്യമായിട്ട് ആണും പെണ്ണും ഒക്കെ നമ്മൾ വ്യത്യാസപ്പെട്ട് കാണുന്നത്, മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ അവർക്ക് മസ്കുലാർ ഫാരിങ്സ് ഒക്കെ ഉള്ള ഒരു ഫൈലമാണ് നമ്മുടെ അഷ് ഹെൽമിന്തസ്. അടുത്തത് അനലിഡ എന്ന് പറയുന്നത് അന്യൂൾസ്, അല്ലെ, ലിറ്റിൽ റിങ്സ്. അവർക്ക് ശരീരത്തിലെ മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് ആയിട്ടുള്ള ജീവികളാണ്. നമ്മൾ അട്ടയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിനെയൊക്കെ നോക്കിയാൽ അറിയാം, അല്ലെ, വളരെയധികം ബോഡി ഇങ്ങനെ ഡിവൈഡ് സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു വലിയ പ്രത്യേകത, ഇവർക്കും നമ്മുടെ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ചെയ്തു കൊടുക്കുന്നത് നെഫ്രീഡിയ എന്ന് പറയുന്ന ഓർഗൻ ആണ്. പിന്നെ ഇതിൽ ചിലർ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കും, നീറീസ് ഒക്കെ പോലുള്ളവര് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കും. അവർക്ക് നീന്താൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് പറക്കുന്ന ഇപ്പൊ അല്ലേ, നീന്താൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാണ് പാരാപോഡിയ. ഓക്കെ, പാരാപോഡിയ. സോ പാരാപോഡിയ എന്തിനു വേണ്ടിയിട്ടാണ്? നീന്താൻ വേണ്ടി, സ്വിമ്മിങ്ങിന് വേണ്ടിയുള്ള സ്ട്രക്ചർ ആണ്.
അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഫൈലം, ലാർജസ്റ്റ് ഫൈലം, ദാറ്റ് ഈസ് കോൾഡ് ആർത്രോപോഡ. ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള ഇവരുടെ ശരീരം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. സോ ബോഡി ഈസ് ഡിവൈഡ് ടു 3 റീജിയൻസ്, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഇവർക്ക് എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷൻ ചെയ്തു കൊടുക്കുന്നത് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലമാണ് മൊളസ്ക എന്ന് പറയുന്നത്. മൊളസ്കയുടെ ബോഡിയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹംബ്. ഇങ്ങനെയാണ് ഇവരുടെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഫൈൽ ലൈക്ക് ഒരു റാസ്പിംഗ് ഓർഗൻ ഉണ്ട്, അതിന്റെ പേരാണ് റാഡുല. അതായത് ഈ ഫുഡ് ഒക്കെ നക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു റാസ്പിംഗ് ഓർഗൻ ഉണ്ട്, അതിന്റെ പേരാണ് റാഡുല. റാഡുല നമുക്ക് നാക്കുള്ളത് പോലെ. അതുപോലെ തന്നെ ഇവർക്ക് എക്സ്ക്രീഷനും അതുപോലെ തന്നെ റെസ്പിറേഷനും. ഏതൊക്കെയാണ്? റെസ്പിറേഷനും എക്സ്ക്രീഷനും. ഇത് രണ്ടും ചെയ്തു കൊടുക്കുന്നത് ഗിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. സോ ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ ആസ് വെൽ ആസ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഇനി അടുത്തത് എക്കിനോഡെർമേറ്റ. മുള്ളുള്ള സ്പൈനി ബോഡിയുടെ ഓർഗാനിസംസ് ആണ് എക്കിനോഡെർമേറ്റ. എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ് ഇവന്മാര്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ബ്ലഡ് സിസ്റ്റം ഉള്ളതുപോലെ ദേ ഹാവ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് ഒരു കുഞ്ഞു ഫൈലമാണ് വേം ലൈക്ക് ജീവികളുള്ള ഹെമികോഡേറ്റ. ഇവർക്ക് നോട്ടോകോഡ് ഒന്നുമില്ല, പകരം ദേ ഹാവ് സ്റ്റോമോകോഡ്. സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ് അവർക്കുള്ളത്. ഇവരുടെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്ന മൂന്നായിട്ടാണ്: പ്രൊബോസിസ്, കോളാർ, ട്രങ്ക്. പ്രൊബോസിസ്, കോളാർ ആൻഡ് ട്രങ്ക്. ഇവർക്ക് എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ചെയ്തു കൊടുക്കുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. പ്രൊബോസിസ് ഗ്ലാൻഡ്. അടുത്തത് കോഡേറ്റ. കോഡേറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, നോട്ടോ കോഡ് ഉണ്ടായിരിക്കും, ഡോർസൽ ഹോളോ നെർവ് കോഡ് ഉണ്ടായിരിക്കും, ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ പോസ്റ്റ് ഏനൽ ടെയിൽ ഉണ്ടായിരിക്കും. ഈ 4 പ്രത്യേകതകളാണ് ഒരു കോഡേറ്റയുടെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഫൈലംസിലെല്ലാം എക്സാമ്പിൾസ് ഉണ്ട്. ഈ എക്സാമ്പിൾസ് എല്ലാം നാളെ രാവിലെ നമ്മൾ ബൂസ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ എല്ലാവരും നാളെ രാവിലത്തെ ബൂസ്റ്ററിൽ വരണം. അവിടെ നമുക്ക് എക്സാമ്പിൾസ് കൂടി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അടുത്തത്, ഇതേ കോഡേറ്റ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു മൂന്നായിട്ട്. ഒന്ന് യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ. യൂറോ കോഡേറ്റ എന്ന് വെച്ചാൽ ലാർവയുടെ ടെയിലിൽ മാത്രമേ നോട്ടോ കോഡ് ഉണ്ടാവും, അതാണ് യൂറോ കോഡേറ്റ. സെഫാലോ കോർഡിനേറ്റർ കേസിൽ തല മുതൽ വാല് വരെ നോട്ടോ കോഡ് ഇങ്ങനെ കാണും. ഓക്കെ, അപ്പൊ ഇവരുടെ കേസിൽ എവിടെ മാത്രമേ ഉള്ളൂ? ലാർവയുടെ ടെയിലില് മാത്രമേ ഉള്ളൂ. ഇവരുടെ കേസിലാണെങ്കിലോ ആ തല മുതൽ വാല് വരെയും എന്തുണ്ട്? നോട്ടോ കോഡ് ഉണ്ട്. അതേസമയം വെർട്ടിബ്രേറ്റയുടെ കേസിൽ അവർക്കും നല്ലൊരു നോട്ടോ കോഡ് ഉണ്ടാകും, ചിലപ്പോൾ തല മുതൽ ഏകദേശം വാല് വരെ ഉണ്ടാകും. പക്ഷെ അത് പിന്നീട് വെർട്ടിബിൾ കോളം വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടും. പിന്നീട് എന്തായിട്ട് മാറും? വെർട്ടിബിൾ കോളം. മറ്റു രണ്ടുപേരുടെ കേസിൽ നോട്ടോ കോഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ കേസിൽ നോട്ടോ കോഡ് എന്തായി രൂപം മാറും? വെർട്ടിബിൾ കോളമായി രൂപം മാറും. ഈ വെർട്ടിബ്രേറ്റ് വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും: ജോ ഉള്ളവരെന്നും ജോ ഇല്ലാത്തവരെന്നും. ജോ ഇല്ലാത്തവരെയാണ് അഗ്നാത്ത എന്ന് വിളിക്കുന്നത്, ഉള്ളവരെ നാത്തോസ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു. അഗ്നാത്തയിൽ ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉള്ളൂ, സർക്കുലാർ വായുള്ള സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റ. അടുത്തത്, നാത്തോസ്റ്റൊമാറ്റ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് നമ്മുടെ മീൻ ഫിഷസ് അഥവാ പിസ്സസ്, പിന്നെ 4 കാലികൾ 4 ടെട്ര, കാല് പോട, ടെട്രാ പോട. ഓക്കെ, സോ ഇതാണ് 2 ക്ലാസ്സസ്, സൂപ്പർ ക്ലാസ്സസ്. ഇതിനകത്ത് 2 ക്ലാസ്സുകളാണ് വരുന്നത്. ഫിഷസിനകത്ത് 2 ക്ലാസ്സുകളാണ് വരുന്നത്: ബോണി ഫിഷസും കാർട്ടിലേജിനസ് ഫിഷസും, അഥവാ കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. അത് കഴിഞ്ഞ് ടെട്രാപോഡിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട 4 പേർ: ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. സോ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതില് ഇനിയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിക്കിലോതേർമ്സ് ആൻഡ് ഹോമിയോതേർമ്സ്. പോയിക്കിലോതേർമ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്ത കോൾഡ് ബ്ലഡഡ് അനിമൽസിനെയാണ് പോയിക്കിലോതേർമ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആംഫിബിയൻസും റെപ്റ്റൈൽസും ഫിഷസും ഒക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചോ നമുക്കൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ടല്ലേ, 37 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, പനിയൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബോഡി ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റൈൻഡ് ആണ്. നമ്മളെ വിളിക്കുന്ന പേരാണ് ഹോമിയോതേർമ്സ് അഥവാ ഹോട്ട് ബോഡീസ്, വാം ബ്ലഡഡ് അനിമൽസ്. ഓക്കെ, സോ നമ്മൾ വാം ബ്ലഡഡ് അഥവാ ഹോമിയോതേർമ്സ് ആണ്. നമ്മളും ബേർഡ്സും ഒക്കെ ഹോമിയോതേർമ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ബോണി ഫിഷസും കാർട്ടിലേജനസ് ഫിഷസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? കാർട്ടിലേജനസ് ഫിഷസ് അഥവാ നമ്മുടെ കോൺട്രിക് തൈസിന്റെ ആ കാർട്ടിലേജ് എന്ന് പറയാൻ കാര്യം അവരുടെ എല്ലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. അതുപോലെ അവരുടെ വാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെൻട്രൽ സൈഡിലാണ് അവർക്ക് മൗത്ത് വരുന്നത്. വെൻട്രൽ ആയിട്ടുള്ള മൗത്ത് ആണ് അവർക്കുള്ളത്.
അതുപോലെ അവർക്ക് സ്വന്തമായിട്ട് ഗിൽ കവർ ഒന്നുമില്ല. ഇവിടെ ഗിൽസിന് അറകളൊക്കെ വെളിയിൽ കാണാം, അത് കവർ ചെയ്തിട്ടില്ല. ഗിൽ കവർ അഥവാ ഒപ്പേർക്കുല അവർക്കില്ല. വെള്ളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നീന്തിക്കൊണ്ട് നടക്കും, അല്ലെങ്കിൽ അവർ താന്നു പോകും, കാരണം അവർക്ക് എയർ ബ്ലാഡർ ഇല്ല. ഇനി അവർക്ക് കുഞ്ഞ് സ്കെയിൽസ് ആണുള്ളത്, അതിന്റെ പേര് പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് അവർക്കുള്ളത്. അടുത്തത് ഓസ്റ്റിക് തൈസ്, ബോണി ഫിഷസ്. എന്തുകൊണ്ടായിരിക്കും ആ പേര് വന്നത്? കാരണം അവരുടെ എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബോൺ കൊണ്ടാണ്, അതുകൊണ്ടാണ് അവരെ ബോണി ഫിഷസ് എന്ന് വിളിക്കുന്നത്. ഇനി അവർക്ക് ചെകിള, ഈ പറയുന്ന ഒപ്പേർക്കുലോക്കും ഉണ്ട്, അതിൽ എയർ ബ്ലാഡർ ഉണ്ട്. അപ്പൊ നീന്തിയിലെങ്കിലും പൊങ്ങി കിടക്കാനൊക്കെ അവർക്ക് അറിയാം, എയർ ബ്ലാഡർ ഉണ്ട്. അവരുടെ മൗത്ത് ആണെങ്കിലോ ഇവിടെ ടെർമിനൽ മൗത്ത് ആണ്, അറ്റത്താണ് അവർക്ക് മൗത്ത് ഇരിക്കുന്നത്, ടെർമിനൽ മൗത്ത് ആണ്. അതുപോലെ അവരുടെ സ്കെയിൽസ് നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് വലിയ സ്കെയിൽസ് ആണ്, അതിന്റെ പേരാണ് സൈക്ലോയിഡ് സ്കെയിൽസ്. സൈക്ലോയിഡ് സ്കെയിൽസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ബോണി ഫിഷസും കാർട്ടിലേജിനസ് ഫിഷസും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മുടെ പക്ഷികളിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവർക്ക് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത്. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ, പറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പക്ഷികൾക്കുള്ളത്? ഒന്ന്, അവരുടെ ശരീരം മുഴുവൻ തൂവലുകൾ കൊണ്ട് കവേർഡ് ആണ്. പിന്നെ അവർക്ക് ബീക്സ് ഉണ്ട്. അതുപോലെ അവരുടെ 4 ലിംസ് എന്തായിട്ട് മാറി? വിങ്സ് ആയിട്ട് മോഡിഫൈഡ് ആണ്. അവർക്ക് പറക്കാൻ വേണ്ടിയിട്ട് 4 ലിംസ് വിങ്സ് ആയിട്ട് മോഡിഫൈഡ് ആണ്. അതുപോലെ അവരുടെ ബോൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോൺസിനകത്ത് എയർ കാവിറ്റീസ് ഉണ്ട്. ബോൺസിനകത്ത് എന്തുണ്ട്? എയർ കാവിറ്റീസ് ഉണ്ട്. അത്തരം ബോണുകളാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പക്ഷികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. റെപ്റ്റീലിയൻ ക്യാരക്ടേഴ്സിനെ എഴുതിയിട്ടുണ്ട്. റെപ്റ്റീൽസ് എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ ആണ് അവർക്കുള്ളത്. എല്ലാവർക്കും 3 ചേമ്പറാണ്, എക്സെപ്റ്റ് ക്രൊക്കോഡൈലാണ്. ക്രൊക്കോഡൈലിന് മാത്രം 4 ചേമ്പർ ഹാർട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ സ്നേക്കിനും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലിസാർഡ്സിനും ഒക്കെ സ്കിൻ കാസ്റ്റ്, അത് ചട്ട പൊഴിക്കുക എന്നൊക്കെ പറയില്ലേ, സ്കിൻ പൊഴിക്കാനുള്ള കഴിവുണ്ട്. അനിമൽ കിങ്ഡത്തിലെ എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും എക്സ്ക്ലൂഡിങ് എക്സാമ്പിൾസ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊഴിച്ച് ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ ഫൈലത്തിൽ. ഇത് കൂടാതെയുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നാളെ നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ എടുക്കും. ഇനി അടുത്ത ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസിൽ ഫ്രോഗ്, പൊക്രോ. ഈ ഫ്രോഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരികയാണ്. ഒന്ന്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ? എസ്റ്റിവേഷൻ എന്ന് വെച്ചാൽ സമ്മർ സ്ലീപ്പാണ്. നല്ല വെയിലൊക്കെ ആവുന്ന സമയത്ത് ഇവര് മണ്ണിനടിയിൽ പോയി സുഖം ഉറക്കമാണ്, അതാണ് എസ്റ്റിവേഷൻ. നല്ല തണുപ്പാണെങ്കിൽ ഇതേ പരിപാടിയാ. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈബർനേഷൻ. സോ സമ്മർ സ്ലീപ്പിനെ വിളിക്കുന്ന പേര് എസ്റ്റിവേഷൻ, വിന്റർ സ്ലീപ്പിനെ വിളിക്കുന്ന പേര് ഹൈബർനേഷൻ. അടുത്തത് അവരുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. മൗത്തിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൗത്തിൽ നിന്ന് അത് നേരെ പോകുന്നത് ഈസോഫാഗസിലേക്ക്, ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക്, സ്റ്റൊമക്കിൽ നിന്ന് അത് പോകുന്നത് ഇൻഡസ്റ്റൈനിലേക്ക്, ഇൻഡസ്റ്റൈനിൽ നിന്നും റെക്ടം കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിനും കൂടി ഒരു കോമൺ ഓപ്പണിംഗേ ഉള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോയേക്ക. സോ ക്ലോയേക്ക എന്ന് പറയുന്ന കോമൺ ഓപ്പണിംഗിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് 2 ടൈപ്പ് റെസ്പിറേറ്ററി സിസ്റ്റംസ്. ഒന്നാമത്തത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, രണ്ടാമത്തത് പൾമനറി റെസ്പിറേഷൻ. ക്യൂട്ടേനിയസ്, സ്കിൻ വഴി. അതെ, ഇവർക്ക് സ്കിൻ വഴി റെസ്പയർ ചെയ്യാൻ സാധിക്കും. എന്ത് രസമായിരിക്കും അല്ലെ, സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യുന്നു. അത് എവിടെ വെച്ചാ? വെള്ളത്തിൽ കിടക്കുന്ന സമയത്താ. പക്ഷെ അതേസമയം പൾമനറി എന്ന് വെച്ചാൽ എന്താ? ലങ്സ് അല്ലെ, ലങ്സിലൂടെയും അവർക്ക് റെസ്പയർ ചെയ്യാൻ പറ്റും. അതെപ്പോഴായിരിക്കും? കരയിലുള്ളപ്പോൾ. അതാണ് 2 ടൈപ്പ് റെസ്പിറേഷൻ. ഇനി ഇവരുടെ 2 ഓർഗൻസിനിടയിൽ വെയിൻസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇൻഡസ്റ്റൈൻ, ദിസ് ഇസ് ദ ഇൻഡസ്റ്റൈൻ, ഈ ഇൻഡസ്റ്റൈനും ദിസ് ഇസ് ദ ലിവർ. ഓക്കെ, ഈ ലിവറിന് ഇടയിൽ ഒരു വീനൽ കണക്ഷൻ ഉണ്ട്. അത്തരത്തിൽ 2 ഓർഗൻസിനെ കണക്ട് ചെയ്യുന്ന വീനൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇവർക്ക് 2 പ്രധാനപ്പെട്ട പോർട്ടൽ സിസ്റ്റംസ് ഉണ്ട്. ഒന്നാമത് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് എന്ന് വെച്ചാൽ തന്നെ ലിവർ എന്നാണ് അർത്ഥം. അപ്പൊ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഇൻഡസ്റ്റൈനും ലിവറിനും ഇടയിലുള്ള പോർട്ടൽ സിസ്റ്റം. അടുത്തത് റീനൽ പോർട്ടൽ സിസ്റ്റം. ഇതെവിടെയോ നമ്മൾ കേട്ടിട്ടില്ലേ? റീനൽ, യെസ്, കിഡ്നിയും ലോവർ പാർട്സ് ഓഫ് ദി ബോഡിയുമായിട്ടുള്ള വീനൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീനൽ പോർട്ടൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. റീനൽ പോർട്ടൽ സിസ്റ്റം, കിഡ്നിയും ലോവർ പാർട്സ് ഓഫ് ദി ബോഡിയും. ഇങ്ങനെ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയാകും. നെക്സ്റ്റ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ എന്തൊക്കെയാണ് അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. സ്പേം പോകുന്ന വഴി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെസ്റ്റിസിൽ നിന്നാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിനെ നേരെ കൊണ്ടുപോകുന്ന ഡക്റ്റിന്റെ പേര് വാസ് എഫറൻഷ്യ. ഈ വാസ് എഫറൻഷ്യകൾ ജോയിൻ ചെയ്ത് ഒരൊറ്റ ഡക്റ്റ് ആയിട്ട് മാറും. അതിന്റെ പേരാണ് ബിഡേഴ്സ് കനാൽ. ബിഡേഴ്സ് കനാൽ ജോയിൻ ചെയ്യുന്നത് യൂറിൻ കൊണ്ടുവരുന്ന ഡക്റ്റിലാണ്. ഇതിൽ യൂറിൻ കൂടി വരുന്നുണ്ട്. യൂറിൻ കൊണ്ടുവരുന്ന ഡക്റ്റിൽ അത് ജോയിൻ ചെയ്യും. അതിന്റെ പേരാണ് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്.
പുറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ ആകെ ഒറ്റ ഓപ്പണിംഗേ ഉള്ളൂ, അതിന്റെ പേര് ക്ലോയേക്ക. സോ ഇങ്ങനെയാണ് സ്പേം പോകുന്ന വഴി. ഈ ഡക്ട് സിസ്റ്റം, ഈ ഫ്ലോ ചാർട്ട് അടിപൊളിയായിട്ട് ഓർത്തിരിക്കണം. അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവം നേരെ ക്ലോയേക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലാതെ യൂറിൻ കൊണ്ടുപോകുന്ന ഡക്റ്റിൽ ജോയിൻ ചെയ്യുന്ന പരിപാടി ഇവിടെ ഇല്ല. ഈ ഫിഗറും വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അടയാളപ്പെടുത്താനേ ചോദിക്കുള്ളൂ. അതിനുവേണ്ടി കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. അടുത്ത ബയോമോളിക്കുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം 2 തരം മെറ്റബോളൈറ്റ്സ് ഉണ്ട്, പ്രൈമറി മെറ്റബോളൈറ്റ്സും സെക്കൻഡറി മെറ്റബോളൈറ്റ്സും. അമിനോ ആസിഡ്സും ഫാറ്റും സ്റ്റാർച്ചും ഒക്കെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ്. എന്നാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പിഗ്മെന്റുകളായിട്ടുള്ള കരോട്ടിനോയിഡ്സും ആന്തോസയാനിൻസും, ആൽക്കലോയിഡ്സ് ആയിട്ടുള്ള മോർഫിൻസും കൊഡീൻസും, ടെർപ്പിനോയിഡ്സ് ആയിട്ടുള്ള മോണോടെർപ്പിൻസ് ഡൈടെർപ്പിൻസ്, എസെൻഷ്യൽ ഓയിൽ, ആ പുൽത്തൈലം എന്നൊക്കെ ഓർത്തു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യെസ്, ലെമൺ ഗ്രാസ് ഓയിൽ. അതുപോലെ ടോക്സിൻസ്, വിഷം ക്ലാസ്സിലുണ്ടെങ്കിൽ റെസിൻ ആൻഡ് എബ്രിൻ, എബിൻ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഓക്കെ, റിസിൻ ആൻഡ് എബ്രിൻ, അതാണ് ടോക്സിൻസ് എന്ന് പറയുന്നത്. ദെൻ ലെക്റ്റിൻസ് ആയിട്ടുള്ള കോൺകനവാലിൻ എ. ദെൻ ഡ്രഗ്, ആ ഡ്രഗ് അല്ല, ഈ ഡ്രഗ് മരുന്ന് അർത്ഥമുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് വരുന്നത് വിൻബ്ലാസ്റ്റിൻ ആൻഡ് കുർക്കുമിൻ ആണ്. പിന്നെ പോളിമെറിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഗം ആൻഡ് റബ്ബർ, സോ ആൻഡ് സെല്ലുലോസ്. അപ്പൊ ഇത്രയും സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ ലിസ്റ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 2 തരം പ്രോട്ടീൻസ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രോട്ടീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് റുബിസ്കോ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്, റുബിസ്കോ. രണ്ടാമത് ബയോളജിക്കൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് റുബിസ്കോ. അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൊളാജൻ ആണ്. ഇന്റർ സെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ടുള്ള കൊളാജൻ ആണ് നമ്മുടെ സുവോളജിക്കൽ വേൾഡിൽ, അനിമൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റുബിസ്കോയാണ്. ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. അമിനോ ആസിഡിന്റെ സ്ട്രക്ചറിനകത്ത് ഒരു COOH ഗ്രൂപ്പ് ഉണ്ട്, ഒരു NH2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു R ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഈ R ഗ്രൂപ്പ് മാറുന്നതനുസരിച്ചാണ് പേര് മാറുന്നത്. R ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ കുഞ്ഞായിട്ടുള്ള ഹൈഡ്രജൻ ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈസിൻ. അതേ സ്ഥാനത്ത് CH3 വന്നാൽ ഇറ്റ് ഈസ് കോൾഡ് അലാനിൻ. ആ സ്ഥാനത്ത് CH2OH വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് സെറിൻ. ഈ ഫിഗറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമുക്കറിയാം പ്രോട്ടീന്റെ 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടേണറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ വെച്ചാൽ ലോങ് ആയിട്ടുള്ള ചെയിൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ പ്രൈമറി എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി 2 ടൈപ്പ് ഉണ്ട്, ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും. അത് കഴിഞ്ഞാൽ ടെർഷ്യറിയും ക്വാട്ടേണറിയും 3D സ്ട്രക്ചേഴ്സ് ആണ്. ടെർഷ്യറി സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ ഈ കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു ബോൾ പോലെയാണ് അതിരിക്കുന്നത്, അതാണ് ടെർഷ്യറി സ്ട്രക്ചർ. ബയോളജിക്കലി ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ടെർഷ്യറി സ്ട്രക്ചർ. ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ ചോദിക്കും ചിലപ്പോൾ, ഹീമോഗ്ലോബിൻ ആണ് ക്വാട്ടേണറി സ്ട്രക്ചറിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി എൻസൈമിന്റെ പ്രവർത്തനം എങ്ങനെയാന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടന്റ് ഏരിയ. എൻസൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ റിയാക്ടന്റ് പ്രോഡക്റ്റ് ആകുന്നതിന് മുന്നേ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്തും. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താൻ ആവശ്യമായ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അത് ഒരുപാട് വേണം. എന്നാൽ എൻസൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോക്ക്, ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് ചാടും. എന്ന് വെച്ചാൽ ഇത്രയും മാത്രം എനർജി മതി. ഈ ഒരു കുറച്ച് എനർജി കൊണ്ട് തന്നെ നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താനും അത് പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് മാറാനും സഹായിക്കുന്നു. സോ എൻസൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കൂടുമോ കുറയുമോ? കുറയും. ആക്ടിവേഷൻ എനർജിയുടെ വാല്യൂ കുറയും. എൻസൈമിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് pH, 2 ടെമ്പറേച്ചർ, മൂന്നാമത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഈ ഗ്രാഫുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻസൈം അതിന്റെ ഫുൾ ഓൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഫുൾ ഓൺ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു pH ഉണ്ട്, അപ്പൊ അതിന്റെ പേര് എന്തായിരിക്കും? ഒപ്റ്റിമം pH. സോ ഒപ്റ്റിമം ടെമ്പറേച്ചറും ഒപ്റ്റിമം pH. ഇനി എൻസൈമിന്റെ ഒരു ഘടന, ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് പ്രോട്ടീൻ പോർഷൻ, ഒന്ന് നോൺ പ്രോട്ടീൻ പോർഷൻ. പ്രോട്ടീൻ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം. നോൺ പ്രോട്ടീൻ പോർഷനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് കോഫാക്ടേഴ്സ്. ഈ കോഫാക്ടർ ഇല്ല എങ്കിൽ എൻസൈം പ്രവർത്തിക്കില്ല. അവർ ചങ്ക് മച്ചാന്മാരാണ്. സോ ഈ കോഫാക്ടേഴ്സ് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, 2 കോ എൻസൈംസ്, മൂന്നാമത്തേത് മെറ്റൽ അയോൺസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഓർഗാനിക് ആണ് ആള്, പക്ഷേ ടൈറ്റ്ലി ബൗണ്ടഡാ, ചങ്കാണ്, അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകത്തൊന്നുമില്ല. അതാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പെറോക്സിഡൈസ് എൻസൈമിലും കാറ്റലൈസ് എൻസൈമിലും ഹീമാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത്.
അതേസമയം കോ എൻസൈം അവരും ഓർഗാനിക് ആണ്, പക്ഷെ വരും, കാര്യം കഴിയും, പോകും, അത്രേ ഉള്ളൂ. ലൂസ്ലി ബൗണ്ടഡ് ആണ്. എക്സാമ്പിൾ NAD, NADP ഒക്കെയാണ്. മെറ്റൽ അയോൺസ് എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ആണ് ആൾക്കാര്. സിങ്ക് 2+ അയോൺസ് കാർബോക്സി പെപ്റ്റിഡൈസ് എൻസൈമിന്റെ മെറ്റൽ അയോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു, സിങ്ക് 2+. ഇത്രയുമാണ് ബയോമോളിക്യൂളിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. നമുക്കറിയാം അതിനകത്ത് 4 വോളിയംസ് നമുക്ക് പഠിക്കാനുണ്ട്. ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം, എക്സ്പിറേറ്റഡ് റിസർവ് വോളിയം ആൻഡ് റെസിഡുവൽ വോളിയം. ഓരോന്നിലും കീ പോയിന്റുകളുണ്ട് പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത് ടൈഡൽ വോളിയം. അയ്യോ അത് കൂടിപ്പോയില്ലേ. നോർമൽ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. നോർമൽ ഇൻസ്പിറേഷൻ എക്സ്പിറേഷനിൽ നമ്മൾ കളയുകയും എടുക്കുകയും ചെയ്യുന്ന വോളിയത്തിനെയാണ് ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ 500 ml ആണ്, മറക്കരുത്. അതേസമയം നമ്മൾ ഫോഴ്സ് കൊടുത്ത് നമ്മൾ അഡീഷണലി വലിച്ചെടുക്കുന്ന വോളിയത്തിനെയാണ് ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം IRV എന്ന് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ 2500 മുതൽ 3000 ml വരെയാണ്. ഫോഴ്സ് കൊടുത്ത് നമുക്ക് അഡീഷണൽ വോളിയം കളയാനും സാധിക്കും. ഫോഴ്സ് കൊടുത്ത് കളയാം, നോർമലി കളയുന്നത് കൂടാതെ. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV. അതിന്റെ വാല്യൂ 1000 മുതൽ 1100 ml ആണ്. എത്ര തന്നെ നമ്മൾ ഈ പറയുന്ന ഫോഴ്സ് കൊടുത്ത് കളഞ്ഞാലും കുറച്ച് വോളിയം ഓഫ് എയർ എന്ത് ചെയ്യും, അകത്ത് റിമാൻ ചെയ്യും. ആ അകത്ത് റിമാൻ ചെയ്യുന്ന വോളിയം ഓഫ് എയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ വോളിയം. ആ റെസിഡുവൽ വോളിയത്തിന്റെ വാല്യൂ 1100 മുതൽ 1200 ml ആണ്. ഇത് കൂടാതെ നമുക്ക് 5 കപ്പാസിറ്റീസും പഠിക്കാനുണ്ട്. ആദ്യത്തത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അത് ഏതൊക്കെയായിരിക്കും? ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ? ടൈഡൽ വോളിയം ഇൻസ്പയർ ചെയ്യാം, ഫോഴ്സ് കൊടുത്താൽ IRVയും ഇൻസ്പയർ ചെയ്യാം. So they are together called inspiratory capacity, TV plus IRV. Expiratory capacity, tidal volume എന്തായാലും കളയാൻ പറ്റും, ഫോഴ്സ് കൊടുത്താലോ ERVയും കളയാം. അപ്പോൾ നമ്മൾ വിളിക്കുന്നത് TV plus ERV ആണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഇനി ഫോഴ്സ് കൊടുത്തില്ല എങ്കിൽ അകത്ത് ഏതൊക്കെ വോളിയംസ് ഉണ്ട്? ERV അകത്ത് കാണും, ഫോഴ്സ് കൊടുത്താലും പോകാത്ത റെസിഡുവൽ വോളിയം അകത്ത് കാണും. They are together called FRC, functional residual capacity, which is ERV plus RV. ഇനി നമുക്ക് എക്സ്ചേഞ്ചബിൾ ആയിട്ടുള്ള വോളിയംസ് ഏതൊക്കെയാ? ഫോഴ്സ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും TV എക്സ്ചേഞ്ചബിൾ ആണ്. ഫോഴ്സ് കൊടുത്താൽ ERV പുറത്ത് കളയാം, ഫോഴ്സ് കൊടുത്താൽ IRV അകത്തെടുക്കാം, which is together called vital capacity. So vital capacity means TV plus IRV plus ERV. ഇതിൽ നമ്മുടെ ലങ്സിന് മൊത്തത്തിൽ എത്ര വോളിയം ഓഫ് എയർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ അവർ ലങ്സ്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ വോളിയം കൂടി ഒരു കൊട്ടിക്കലാശം പോലെയാണ്. എല്ലാ വോളിയം പരസ്പരം അങ്ങ് കൂട്ടിയാൽ മതി. TV plus IRV plus ERV plus RV എല്ലാത്തിനെയും കൂട്ടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി, TLC. പിന്നെ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. 2 പ്രധാനപ്പെട്ട ഗ്യാസസ് ആണല്ലോ നമുക്കുള്ളത്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഹീമോഗ്ലോബിൻ ട്രാൻസ്പോർട്ട് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. അത് 97% അങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഒരു റിമൈനിങ് 3% എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും? നമ്മുടെ പ്ലാസ്മയില് അലിയിച്ച് ഡിസോൾവ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് 3 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ 70% നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് അയൺ HCO3- അയോൺ എന്ന ഫോമിലാണ്. എന്നാൽ ഒരു 20 to 25% നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിനുമായിട്ട് ചേർത്ത് അമിനോ ഹീമോഗ്ലോബിൻ എന്ന ഫോമിലാണ്. ഇനി ഒരു റിമൈനിങ് ഒരു 7% നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്മയിൽ അലിയിച്ച് ഡിസോൾവ് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. നമ്മുടെ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിൽ ചേരുന്ന ഒരു ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്, വിച്ച് ഇസ് കോൾഡ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവിലെ ഒരു ആക്സിസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും രണ്ടാമത്തെ ആക്സിസ് പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനുമാണ്. ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ ചേരണം എന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഭയങ്കര കൂടുതലായിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷർ കുറവായിരിക്കണം, നല്ല തണുപ്പായിരിക്കണം, സോ ലോ ടെമ്പറേച്ചർ. H+ കോൺസെൻട്രേഷനും ലോ ആയിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഒത്തിണങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഓക്സിജൻ കുട്ടനും ഹീമോഗ്ലോബിൻ കുട്ടിയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? ചേരുന്നത്. സോ അവർ തമ്മിൽ ചേരാനുള്ള കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൈ പ്രഷർ ഓഫ് ഓക്സിജൻ, ലോ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ലെസ് H+ കോൺസെൻട്രേഷൻ ആൻഡ് ലോവർ ടെമ്പറേച്ചർ. ഇത്രയും ഒത്തിണങ്ങി വന്നാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ ചേരും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നാൽ അവർ തമ്മിൽ ഡിസോസിയേറ്റ് ചെയ്യും, പിരിയും. അപ്പോൾ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടിലേക്ക് പോകാം. മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് അയോൺ എന്ന ഫോമിലാണ് അല്ലെ.
സോ ബൈകാർബണേറ്റ് അയോൺ ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു എൻസൈം വേണം. അതിന്റെ പേരാണ് കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം. സോ കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം ഉണ്ടെങ്കിൽ മാത്രമേ ബൈകാർബണേറ്റ് അയോൺ HCO3- അയോൺ ഫോം ചെയ്യൂ. എൻസൈമിന്റെ പേര് മറക്കണ്ട, കാർബോണിക് അൺഹൈഡ്രേസ് എൻസൈം. അടുത്തത് നമ്മുടെ ബോഡി ഇതിനകത്ത് വരുന്ന ചില ഡിസീസസ് ആണ്. അപ്പൊ ആദ്യത്തേത് ആസ്മ. ആസ്മ എന്ന് വെച്ചാൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ബ്രോങ്കൈ വണ്ണം വെച്ചിട്ട് ഒരു വീസിങ് സൗണ്ട്, വിസിലടിക്കുന്ന സൗണ്ടോട് കൂടിയായിരിക്കും നമ്മൾ ശ്വാസം എടുക്കുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. ബ്രോങ്കൈക്ക് വണ്ണം വെക്കുമ്പോൾ അകത്തുള്ള ആ സ്പേസ് കുറഞ്ഞു പോകും, ശ്വാസം എടുക്കാനുള്ള ആ ഹോള് കുറയും. അതാണ് ആസ്മ. അടുത്തത് എംഫിസിമ. ഇത് മിക്കവാറും നമ്മൾ വിളിച്ചു വരുത്തുന്ന രോഗമാണ്. കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ഇതിന്റെ മെയിൻ റീസൺ, എംഫിസിമ. ഇവിടെ നമ്മുടെ ആൽവിയോളാർ വോൾ ഡാമേജ് ആയിട്ട് ആ ഒരു റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയും. അങ്ങനെ നമുക്ക് ഓക്സിജൻ എല്ലായിടവും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് എംഫിസിമ. അടുത്തത് ഒക്കുപേഷണൽ ലങ് ഡിസോർഡേഴ്സ്. നമ്മൾ പൊടിയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ വരുന്നതാണ് ഒക്കുപേഷണൽ ലങ് ഡിസോർഡേഴ്സ്. അടുത്ത ചാപ്റ്റർ ആണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. അതിൽ നമ്മുടെ WBC സെൽസിന്റെ പല ടൈപ്പ് WBC സെൽസും അതിന്റെ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. WBC സെല്ലുകൾ പ്രധാനപ്പെട്ടതാണ് ന്യൂട്രോഫിൽസ്, ബേസോഫിൽ, ഇസ്നോഫിൽസ് എന്ന് പറയുന്ന ഗ്രാനുലോസൈറ്റ്സും മോണോസൈറ്റ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന എഗ്രാനുലോസൈറ്റ്സും. സോ ഇതിലെ ന്യൂട്രോഫിൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അത് 60 മുതൽ 65% വരെയുണ്ട്. യവന്മാരെ പ്രധാനപ്പെട്ട ജോലി പിടിച്ചു തിന്നുക, ഫാഗോസൈറ്റോസിസ് ആണ്. അതേസമയം ബേസോഫിൽസ് വളരെ ഏറ്റവും കുറവ് അവന്മാരാ, 0.5 to 1% ഉള്ളൂ. പക്ഷെ ഇവര് പണി ഭയങ്കര വലുതാ. കാരണം ഇവര് ഹിസ്റ്റമിൻ പോലുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നീര് വയ്പ്പിക്കും. ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ആണ് ഇവരുടെ മെയിൻ പരിപാടി. അടുത്ത ഇസ്നോഫിൽസ്, ഇസ്നോഫീലിയ, അലർജിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അത് ഒരു 2 to 3% ആണ് നമ്മുടെ ബോഡിയിൽ നോർമലി കാണപ്പെടുന്നത്. ഇസ്നോഫീലിയ ഉള്ളവർക്ക് ഇതിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അടുത്തത് മോണോസൈറ്റ്. ഇവന്റെ മെയിൻ പരിപാടി പിടിച്ചു തിന്നുക തന്നെയാണ്. ഇവൻ 6 to 8% കാണപ്പെടുന്നുണ്ട്. ലാസ്റ്റത്തത് ഒരു 20 to 25% കാണപ്പെടുന്ന ലിംഫോസൈറ്റുകളാണ്. മെയിൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് യവന്മാരാണ് ആന്റിബോഡിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ലിംഫോസൈറ്റ്സ് ആണ്. ഇതാണ് WBCയിലെ പല ടൈപ്പ് WBC സെൽസ്. സോ കൃത്യമായിട്ട് ഇത് പഠിച്ചു വയ്ക്കണം. അടുത്തത് ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിംഗ്, പ്ലാറ്റ്ലെറ്റ്സ് ആണ് മെയിൻ ആൾക്കാർ അല്ലെ. അപ്പൊ എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കുന്നത്? നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവുണ്ടാകുന്നതും നമ്മുടെ ബോഡിയിൽ കാസ്കേഡ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കുകയും ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ ത്രോംബോകൈനേസ് നമ്മളെ ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് പ്രോത്രോംബിൻ. ഇവനെ ചവിട്ടി എണീപ്പിക്കും. അപ്പോൾ അവൻ എന്തായിട്ട് മാറി? ത്രോംബിൻ ആയിട്ട് മാറി. ഈ ത്രോംബിൻ ഓടിച്ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന വേറൊരുത്തനുണ്ട്, ഫൈബ്രിനോജൻ. ഇവനെ ചവിട്ടി എണീപ്പിക്കും. അപ്പോൾ അവൻ എന്തായിട്ട് മാറും? ഫൈബ്രിൻ വന്ന് ഇവിടെ ഒരു വലയിടും. ആ വലയിൽ എല്ലാ ബ്ലഡും കുടുങ്ങും. അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നത്. ഏറ്റവും അവസാനം വെള്ളം പോലെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാസ്മ നമുക്കിങ്ങനെ ഒലിച്ചിറങ്ങി വരും. വെള്ളം പോലെ ഇരിക്കും, ക്ലിയർ ഫ്ലൂയിഡ് ആണ്, കളർലെസ് ഫ്ലൂയിഡ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് സിറം. ഏറ്റവും അവസാനം ഈ സിറം വലിയുന്നത് നിൽക്കും. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത്. കാൽഷ്യം 2+ അയോൺസും വൈറ്റമിൻ K ഒക്കെയാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പാത്വേ ഉണ്ട്. അതിൽ ആദ്യത്താണ് SA നോഡ്. SA നോഡാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാളെ പേസ് മേക്കർ ഓഫ് ദി ഹാർട്ട് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ താളം, പേസ് എന്ന് വെച്ചാൽ ആ സ്പീഡ്, അത് മേക്ക് ചെയ്യുന്നയാൾ. കാരണം അവിടെ നിന്നാണല്ലോ ഇമ്പൾസ് ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവിടെ നിന്നും പോകുന്നത് AV നോഡിലേക്കാണ്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. SA നോഡ് സൈനോ ഏട്രിയൽ നോഡാണ്. AV നോഡിന്റെ ഫുൾ ഫോം ഏട്രിയോ വെൻട്രിക്കുലാർ നോഡാണ്. അവിടെ നിന്ന് പിന്നെ AV ബണ്ടിലായിട്ടുള്ള ബണ്ടിൽ ഓഫ് ഹിസിലേക്കും അവിടെ നിന്ന് പർക്കിൻജെ ഫൈബേഴ്സിലോട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത്, ലബ്ഡബ് എന്ന ബീറ്റിംഗ്. ഈ ലബ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകൾ അടയുന്ന സൗണ്ടും, ഡബ് എന്ന് പറയുന്നത് നമ്മുടെ ഡബ് എന്ന് പറഞ്ഞിട്ട് ആരടയുന്നത് നമ്മുടെ സെമി ലൂണാർ വാൽവ് അടയുന്ന സൗണ്ടുമാണ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ECG. അതിന്റെ ഫുൾ ഫോം തന്നെ ചോദിക്കും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ECG എടുത്താൽ അതിനകത്ത് 3 ഗ്രാഫുകളാണുള്ളത്. ഒന്ന് നമ്മുടെ P വേവ്, രണ്ടാമത്തെ QRS കോംപ്ലക്സ്, മൂന്നാമത്തേത് T വേവ്. P വേവ് എന്തിനു സൂചിപ്പിക്കുന്നു? ഇറ്റ് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയ ഇങ്ങനെ ചുരുങ്ങുന്നത്, കോൺട്രാക്ട് ചെയ്യുന്നത്. QRS കോംപ്ലക്സോ വലിയ ഒരാൾ ചുരുങ്ങുന്നതാണ്. ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. അടുത്ത T വേവ് എന്ന് വെച്ചാൽ റീപോളറൈസേഷൻ, റിലാക്സ് ചെയ്യുന്നതാണ്, റീപോളറൈസേഷൻ. സോ ഇതാണ് ECG വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോളണം. ഓക്കെ, അടുത്തത് നമ്മുടെ STD പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷനിലെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് കടക്കുകയാണ്.
ആദ്യത്തേത് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ. 3 ടൈപ്പ് എക്സ്ക്രീഷൻ ആണുള്ളത്: അമോണോടെലിക്, യൂറിയോടെലിക്, യൂറിക്കോടെലിക്. അമോണോടെലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയ ആയിരിക്കും അവിടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അമോണിയ ഭയങ്കര വിഷമാണ്, അതുകൊണ്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് മറൈൻ ഫിഷസ്, അക്വാട്ടിക് ആംഫിബിയൻസ്, അക്വാട്ടിക് ഫിഷസ്, അവരെ വെള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവർ എക്സ്ക്രീറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് കളഞ്ഞാൽ മതി, നോ ഇഷ്യൂസ്. ടോക്സിക് ആണ് ആ സാധനം. അടുത്തത് യൂറിയോടെലിക്, നമ്മളെ പോലുള്ളവര്. യൂറിയ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് വെള്ളം ഉണ്ടെങ്കിൽ അത് കളയാൻ പറ്റുള്ളൂ, കാരണം ഇതൊരു മീഡിയം ടോക്സിക് ആണ് സാധനം. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ മാമൽസ്, അതുപോലെ കരയിൽ ജീവിക്കുന്ന ആംഫിബിയൻസ്, ചില മറൈൻ ഫിഷസും ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പൊ അടുത്തതാണ് യൂറിക്കോടെലിക്. അവർ യൂറിക് ആസിഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ വെള്ളം ഒട്ടും വേണ്ട, കാരണം ലീസ്റ്റ് ടോക്സിക് ആണിത്. അപ്പൊ ബേർഡ്സ് ഒക്കെ അങ്ങനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ബേർഡ്സ്, ചില ലാൻഡ് സ്നെയിൽസ്, അതുപോലെ ചില ഇൻസെക്ട്സ്, അതുപോലെ ചില റെപ്റ്റൈൽസ് ഒക്കെ ഈ യൂറിക്കോടെലിക് കാറ്റഗറിയിലാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ നമുക്കറിയാം നമ്മളെ ബോഡിയിൽ എങ്ങനെയാണ് ഈ GFR റേറ്റ്, നമുക്കറിയാം GFR ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ചിലപ്പോൾ അത് കുറയാൻ, ചിലപ്പോൾ അത് കൂടാം. ഈ GFR റേറ്റ് എങ്ങാനും കുറഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലുള്ള JG സെൽസ് ആക്ടിവേറ്റഡ് ആകും. അവന്മാർ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് റെനിൻ. ഈ റെനിൻ ചെന്നിട്ട് ഉറങ്ങി കിടക്കുന്ന ഒരാളെ ചവിട്ടി എണീപ്പിക്കും. ആരെന്നറിയാമോ? ആൻജിയോടെൻസിനോജൻ. ആൻജിയോടെൻസിനോജനെ ഉണർത്തി ആൻജിയോടെൻസിൻ 1ഉം ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും. ഈ ആൻജിയോടെൻസിൻ 2 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്ത്, വാസോ കൺസ്ട്രിക്ട് ചെയ്ത് BP കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ അത് നമ്മുടെ അഡ്രീനൽ കോർട്ടക്സിൽ പോയി ആക്ട് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോൺ ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കും. ഈ ആൽഡോസ്റ്റിറോൺ ഹോർമോൺ എന്താ ചെയ്യുന്നറിയാമോ? Na+ അയോൺസിന്റെയും വാട്ടറിന്റെയും റീ അബ്സോർപ്ഷന് സഹായിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും BP കൂടും. സോ BP കൂട്ടി GFR റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ റെനിനും ആൻജിയോടെൻസിനും ചേർന്ന് സഹായിക്കുന്ന ഈ മെക്കാനിസത്തിനെയാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്, ANF, ഏട്രിയോ നൈട്രി യൂററ്റിക് ഫാക്ടർ, ഹാർട്ടിൽ നിന്ന് റിലീസ് ചെയ്യുന്നതാണ്. അത് GFR റേറ്റ് കുറയ്ക്കാൻ, BP കുറയ്ക്കാൻ സഹായിക്കുന്ന വാസോ ഡയലേറ്റർ ആണ് അയാൾ. BP കുറയ്ക്കാനാണ് അയാൾ സഹായിക്കുന്നത്. ഇനി ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഡിസീസസ് ഉണ്ട്. ഒന്ന്, കിഡ്നി മാൽഫങ്ഷനിങ് ആണെങ്കിൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള യൂറിയ കണ്ടന്റ് കൂടും. അതിനെയാണ് യുറീമിയ എന്ന് വിളിക്കുന്നത്. ഇവർക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന ഡയാലിസിസ് ആണ്, പക്ഷെ അത് ഉള്ള കാലവും ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവർക്കൊരു സർജിക്കൽ മെത്തേഡ്, കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഒരു സർജിക്കൽ മെത്തേഡ് മാത്രമേ ഫൈനൽ ഓപ്ഷൻ ആയിട്ടുള്ളൂ. അതാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇനി ചിലപ്പോ നമ്മൾ ആഹാരത്തിൽ നിന്ന് ഒരുപാട് ഓക്സലേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത്. അത്ര സുഖമുള്ള പരിപാടിയല്ല, നല്ല വേദനയുള്ള ഡിസീസാണ് റീനൽ കാൽക്കുലൈ. അടുത്ത് നമ്മുടെ ഗ്ലോമർലെസ് എന്ത് ചെയ്യും? ചിലപ്പോൾ നീരടിക്കും. ഗ്ലോമർലെസ് നീരടിക്കുന്നതിനാണ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് മക്കളെ ഇത്രയും ചാപ്റ്റേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിലെ മേജർ ആയിട്ടുള്ള ഏരിയകൾ ഇവിടെ കവർ ചെയ്തിട്ടില്ല, കാരണം അതിൽ നിന്ന് കുറച്ച് മാർക്കിന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരൂ നിങ്ങൾക്ക് ഈ ടേമിന്. അതുകൊണ്ടാണ് ആ ചാപ്റ്ററിലെ പോയിന്റ്സ് നമ്മൾ എടുക്കാത്തത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയെങ്കിലും പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. ഷുവർ ആയിട്ടും ജയിക്കാനുള്ള മാർക്കിനുള്ളത് ഈ ഏരിയകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതെല്ലാം മനസ്സിലായോ? ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.